പശുവിനെ കഴിക്കരുത്, എന്നാൽ പോത്തിനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവിടെ തന്നെ മനുഷ്യന്റെ ആ ഒരു കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് എന്താ അഖിലേക്ക് പറയാനുള്ളത്? കഴിക്കുന്ന കാര്യം എവ്രി വൺ ഹാസ് എ റൈറ്റ് ടു ചൂസ്, ദാറ്റ് ഇസ് ദർ. അത് ഒരു വശം അതിൻ്റെ. മറ്റേ ഇപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഞാൻ മാറിയതാണ് വെജിറ്റേറിയൻ ആയിട്ട്. ഇപ്പം ഏകദേശം 17 വർഷമായിട്ട് ഞാൻ വെജിറ്റേറിയൻ ആണ്. അപ്പം നമ്മളുടെ ശാസ്ത്രങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ചാന്തോക്യ ഉപനിഷത്തിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ഭക്ഷണം ശുദ്ധമാണെങ്കിൽ, നമ്മളുടെ ഭക്ഷണം ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റലക്ട് സ്റ്റഡി ആവും. ഈ ഇന്റലക്ട് സ്റ്റഡി ആവുന്ന സമയത്താണ് മറ്റ് ബന്ധനങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് മോചനം ലഭിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഭഗവത്ഗീതയിലാണ് എന്നുണ്ടെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച്, മിതമായ ഭക്ഷണം, നല്ല ഉറക്കം, നമ്മളുടെ ഒരു സസ്റ്റൈനബിൾ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഒരു നല്ല ഹാബിറ്റായിട്ട് നമ്മളുടെ ജീവിതത്തിലൊക്കെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ഫീൽ ഇസ് റൈറ്റ്, അല്ലെ? അതുണ്ട്. ഇപ്പൊ കൗവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഐ തിങ്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 48 ആണ് തോന്നുന്നു, കൗ സ്ലോട്ടറിനെതിരെയും